യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. എൻ്റെ പേര് രജനി. ഞാൻ കൊല്ലം ഇരവിപുരം സെൻറ്റ് ജോൺസ് ദേവാലയം ഇടവകാംഗമാണ്. എനിക്ക് 2 വർഷം മുന്നേ ക്യാൻസർ രോഗം സ്ഥിരീകരിച്ച് വീടിനടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ നടന്നത്. എനിക്ക് 3rd സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു. ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. അത് കേട്ട് വീട്ടിലെല്ലാവരും വളരെയധികം വിഷമത്തിലായി. ക്യാൻസർ വന്നതിനേക്കാളും അധികം വിഷമമായിരുന്നു ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞത്. ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നത് എനിക്ക് വളരെയധികം പേടിയുള്ള കാര്യമായിരുന്നു. വളരെ അധികം സങ്കടവും സാമ്പത്തിക ബുദ്ധിമുട്ടും നേരിടുന്ന സമയത്താണ് ഈ അസുഖം എന്നെ ബാധിച്ചത്. അതുകൊണ്ട് വീട്ടിലെല്ലാവരും തീരുമാനിച്ചു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മുന്നോട്ടുള്ള ചികിത്സ തുടരാമെന്ന്. അതിനുശേഷം ഞങ്ങൾ കുടുംബത്തോടെ വന്ന് കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ജോസഫ് അച്ഛനെ കാണാൻ ഇടവരികയും ചെയ്തു. ജോസഫ് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. സൈത്ത് തന്ന് അസുഖമുള്ളിടത്ത് തടവി പ്രാർത്ഥിക്കാനും പറഞ്ഞിരുന്നു. ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത് അസുഖം മാറും, ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നാണ്. അതിനുശേഷം വീട്ടിൽ ചെന്ന് എല്ലാവർക്കും ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരുന്ന മെഡിക്കൽ കോളേജിൽ നിന്ന് മാറി വേറൊരു ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് ഒരു തോന്നലുണ്ടായി. അവിടെ നിന്ന് മാറി വേറെ ഹോസ്പിറ്റലിൽ പോവുകയും അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലായതിനാൽ വളരെയധികം ചിലവ് ഉള്ളതായിരുന്നു. എങ്ങനെ ആ ചികിത്സ അവിടെ നടത്തുമെന്നറിയില്ല. മാതാവ് മനസ്സിൽ തോന്നിപ്പിച്ചു അവിടെ പോകാൻ. ഞങ്ങൾ വിശ്വാസത്തോടെ പോയി ചികിത്സ തുടങ്ങുന്ന സമയത്ത് കയ്യിൽ വെറും 30,000 രൂപയുമായിട്ടാണ് ഞാൻ ചികിത്സയ്ക്ക് ചെല്ലുന്നത്. 6.5 ലക്ഷം രൂപയാണ് എനിക്ക് അവിടെ ചിലവായത്. അതൊക്കെ ദൈവം നമ്മൾ വേറൊരാളുടെ മുന്നിൽ കൈ നീട്ടാതെ തന്നെ എനിക്കത് ആ ചികിത്സ മുഴുവൻ അവിടെ നടത്താൻ സാധിച്ചു. അവിടെ ചെന്നിട്ട് കീമോ തുടങ്ങി. 2nd കീമോ ആയപ്പോഴും തന്നെ എൻ്റെ ബ്രസ്റ്റിലുണ്ടായിരുന്ന മുഴ അത് ഏകദേശം 7 സെൻറ്റിമീറ്റർ വലിപ്പം ഉണ്ടായിരുന്നു. വളരെയധികം വലുതായിരുന്നു. അത് ചെറുതാകുമെന്നുള്ളൊരു പ്രതീക്ഷ പോലും ഇല്ലായിരുന്നു. അത് 2nd കീമോയിൽ തന്നെ ആ മുഴ ഒരുപാട് വറ്റി. നമുക്ക് കൈ കൊണ്ട് തൊട്ടാൽ അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് അത് ചുരുങ്ങുകയുണ്ടായി. അതിനുശേഷം എനിക്ക് മുഴുവൻ കീമോയ്ക്ക് ശേഷം അവിടെ അങ്ങനെ ഒരു മുഴ ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ ആ ഭാഗം ക്യാൻസർ വന്നതായത് കൊണ്ട് അവിടെ ഒരു ചെറിയ സർജറി ചെയ്തു അതെടുത്ത് ടെസ്റ്റിന് അയക്കുകയായിരുന്നു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ക്യാൻസർ ഇല്ലായിരുന്നു. അതിന് 3rd സ്റ്റേജ് ക്യാൻസർ ആണ്, ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ വീട്ടുകാരും വളരെയധികം ദുഃഖിച്ചിരുന്നു. അവിടുന്ന് മാതാവ് അതൊന്നും അങ്ങനെയൊന്നും വരുത്താതെ ഒരുപാട് ക്യാൻസർ രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും ഉണ്ടായിരുന്ന അത്ര ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ലാതെ ദൈവം അത് മാറ്റി എന്നെ സുഖപ്പെടുത്തി. ഇപ്പോഴൊരു പെറ്റ് സ്കാൻ ചെയ്തിട്ട് ആ ശരീരത്തിൽ വേറെ എവിടെയും ക്യാൻസറിൻ്റേതായ യാതൊരു അസുഖവും ഇല്ല, ക്യാൻസർ ഇല്ല എന്നുള്ളൊരു റിപ്പോർട്ട് മേടിച്ചതിന് ശേഷമാണ് ഞാൻ ഈ സാക്ഷ്യം പറയാൻ വരുന്നത്. ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ അന്ന് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം ഉടമ്പടി എടുക്കുന്ന ദിവസം എനിക്ക് വിശ്വാസമുണ്ടായിരുന്നെങ്കിലും ഇതിങ്ങനെ സർജറി ബ്രസ്റ്റ് റിമൂവ് ചെയ്യാതെ മാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രയ്ക്ക് വലുതായിരുന്നു എനിക്കുണ്ടായിരുന്ന മുഴ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. പിന്നെ എൻ്റെ യൂട്രസിലൊരു 3 മുഴയുണ്ടായിരുന്നു. അത് യൂട്രസ് റിമൂവ് ചെയ്യണം എന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. ഈ ഉടമ്പടിക്ക് ശേഷം ഇവിടുത്തെ വിശുദ്ധ തൈലം തേച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ യൂട്രസിലെ മുഴ 3 ഉണ്ടായിരുന്നത് 2 ആകി. ആ 2 വളരെ ചെറുതാകുകയും സർജറിയുടെ ആവശ്യം ഇല്ല എന്നാണ് പിന്നീട് ഡോക്ടർ പറഞ്ഞത്. അതിനുശേഷം കയ്യിൽ എനിക്ക് കൈപ്പത്തിയിൽ നടുവിരലിൻ്റെ ആയിട്ട് ഒരു മുഴയുണ്ടായിരുന്നു. അതുമൊക്കെ ഈ ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് വന്നതാണോ എന്നൊരു പേടിയുണ്ടായിരുന്നു. അതും കാണിച്ചിരുന്നു ഡോക്ടറിനോട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അതും സർജറി ചെയ്ത് മാറ്റാം. എനിക്ക് നല്ല വേദനയുണ്ടായിരുന്നു. ജോലികൾ ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. കയ്യിൽ ഏതെങ്കിലും സാധനം എടുത്താൽ പെട്ടെന്ന് നിലത്ത് വീഴുമായിരുന്നു. ആ മുഴയും
ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുന്നേ വിശുദ്ധ തൈലം തൊട്ട് കുരിശ് വരയ്ക്കുമ്പോൾ എൻ്റെ കയ്യിലും ഞാനൊരു കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് എപ്പോഴോ അത് ഒരുപാട് നാളിങ്ങനെ ചെയ്യുമായിരുന്നു, ശ്രദ്ധിച്ചില്ല. ഒരു ദിവസം കുരിശ് വരച്ചപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല. അത് ഡോക്ടർ സർജറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എക്സ്റേ ഒക്കെ എടുത്തതായിരുന്നു. അത് കാണാൻ പറ്റുമായിരുന്നു കയ്യിൽ. അന്ന് നോക്കി ഒരു ദിവസം കുരിശ് വരയ്ക്കാൻ നേരം ഇതില്ല, തട്ടുന്നില്ല കയ്യിൽ. അങ്ങനെ നോക്കിയപ്പോൾ ആ മുഴയും ഇല്ല. എല്ലാ ദിവസവും ഞാൻ അതിൽ വിശുദ്ധ തൈലം പുരട്ടുമായിരുന്നു. പിന്നെ എൻ്റെ കണ്ണിന് വർഷങ്ങളായിട്ട് കണ്ണിൽ അലർജി, ഡസ്റ്റ് അലർജി കാരണം ചുവന്ന് തടിക്കുമായിരുന്നു. തുടക്കത്തിൽ മരുന്നൊക്കെ ചെയ്തിട്ടും അതിന് യാതൊരു കുറവും ഇല്ലായിരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യമായിട്ട് എനിക്കുണ്ടായ ഉടമ്പടി അനുഭവം അതായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ വിശുദ്ധ തൈലം ഞാനൊന്ന് കണ്ണിൽ പുരട്ടി നോക്കി. എല്ലാവരും ഇവിടെ സാക്ഷ്യം പറയുന്നത് കേട്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷേ പിറ്റേന്ന് മുതൽ എനിക്ക് ആ കണ്ണിൽ അങ്ങനെ ഒരു അലർജിയോ പ്രശ്നമില്ലായിരുന്നു. അത് കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് മരുന്ന് കഴിച്ചിട്ട് പിന്നെ അങ്ങ് മടുത്തിട്ട് നിർത്തിയതാണ്. പക്ഷേ ഈ തൈലം തേച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് എനിക്കത് വന്നിട്ടില്ല. തലവേദന 20 വർഷം കൂടുതലായിട്ട് എനിക്കൊരു തലവേദന, മൈഗ്രെയിൻ്റെ തലവേദന ആയിരുന്നു. ഒരു സ്ഥലത്തോട്ടും യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഒരു വിവാഹത്തിനോ ഒരു ആഘോഷങ്ങൾക്കോ ഞാൻ പങ്കെടുക്കാറ് ഇല്ലായിരുന്നു. ബന്ധുക്കളുടെ വീടുകളിൽ പോകാറില്ലായിരുന്നു. കാരണം ചെന്ന് അരമണിക്കൂറിനുള്ളിൽ എനിക്ക് തലവേദന, ഛർദിലാകും. അതുകൊണ്ട് ഈ കൃപാസനത്തിൽ എങ്ങനെ വരും, ഇത്രയും നേരം എങ്ങനെ ധ്യാനത്തിൽ പങ്കെടുക്കും, ഇതൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമായിരുന്നു. പക്ഷേ ആ തലവേദന ജോസഫ് അച്ഛൻ്റെ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് വേദനയുള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ തലയിൽ കൈവച്ചാണ് പ്രാർത്ഥിച്ചത്. അന്ന് ആ നിമിഷത്തിൽ എനിക്ക് മാറിയത് ആ തലവേദന. പിന്നീട് എനിക്ക് വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. 2 വർഷം കൂടുതലായി എനിക്ക് തലവേദന വരാറില്ല. എനിക്ക് ദൂരെ യാത്ര ചെയ്യാം. ഞാൻ 100 കിലോമീറ്റർ യാത്ര ചെയ്തൊക്കെയാണ് ഇവിടെ കൃപാസനത്തിൽ വരുന്നത്. യാതൊരു കുഴപ്പമില്ല, ഒരു തലവേദനയോ ഛർദിലോ ഒന്നുമില്ലാണ്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ ജോസഫ് അച്ഛനെ ഒരു ദിവസം സ്വപ്നം കണ്ടിരുന്നു. എനിക്ക് ഇടത് കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു. അത് എന്ത് അസുഖമാണ്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതിന് മരുന്ന് ചെയ്തിട്ടും അത് കുറയുന്നില്ലായിരുന്നു. ഒരു ദിവസം ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കാണുവാണ്. ജോസഫ് അച്ഛൻ എൻ്റെ കാല് തടവി പ്രാർത്ഥിക്കുന്നതായിട്ട്. പിറ്റേന്ന് രാവിലെ മുതൽ എനിക്ക് ആ വേദനയും ഇല്ല. പിന്നെ ഇതുവരെ എനിക്ക് ആ കാലിൽ വേദന വന്നിട്ടില്ല. വേദന കാരണം ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത് പിന്നീടുണ്ടായിട്ടില്ല. പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന ദിവസം ഇങ്ങനെ എൻ്റെ 6 ആവശ്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കവേ എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. ഞാൻ ചുറ്റിനും നോക്കി ആരെങ്കിലും മുല്ലപ്പൂ വെച്ചിട്ട് വന്ന് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടോ. ഞാൻ വയ്യാത്തത് കൊണ്ട് ഏറ്റവും ഒറ്റയ്ക്കാണ് പോയിരുന്നത്. ആളുകളുടെ അടുത്ത് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അടുത്ത ആരും അങ്ങനെ ഇല്ല. പിന്നെ പല പ്രാവശ്യം നമുക്കങ്ങനെ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കും, ഒരുപാട് വേദനിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ മുല്ലപ്പൂവിൻ്റെ ഈ സുഗന്ധം അത് മാതാവിൻ്റെ സാമീപ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ടൈമിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തി തരാറുമുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രങ്ങൾ വാങ്ങിച്ചിട്ടപ്പോൾ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പ്രേക്ഷിത പ്രവർത്തനം വലിയ രീതിയിൽ ചെയ്യാൻ പറ്റാറില്ല. ഞാൻ പത്രം വാങ്ങിച്ചിട്ട് 2 വീലറിൽ വേറൊരാൾ ഓടിച്ച് ഞാൻ ബാക്കിലിരുന്ന് ഒരു 10-12 കിലോമീറ്ററൊക്കെ ഞങ്ങൾ യാത്ര ചെയ്ത് ദൂരെ പോയിട്ട് പലർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് അന്യമതസ്ഥർക്കും കൂടുതലും കൊടുത്തിട്ടുണ്ട്. പത്രം അങ്ങനെയാണ് വിതരണം ചെയ്തിട്ടുള്ളത്. പിന്നെ സാമ്പത്തികമായിട്ട് വീട്ടിൽ കിടക്കുമ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് പലർക്കും സാമ്പത്തികമായിട്ട് അങ്ങനെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ വസ്ത്രങ്ങൾ മേടിച്ച് കൊടുക്കാറുണ്ട്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ജെറമിയ 30:11 നിന്നെ രക്ഷിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട്, കർത്താവ് അരുൾ ചെയ്യുന്നു. ഈ സാക്ഷി നമ്മൾ കേട്ടു. ഒരു വലിയ രോഗത്തിലൂടെ കടന്നുപോയി. ആ സമയത്ത് തന്നെ പൈസയുമില്ലായിരുന്നു. ആ സമയത്ത് വീട്ടുകാർ പറഞ്ഞത് ഇങ്ങനെയാണ്: സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള സമയമാണ്, കൃപാസനത്തിൽ പോയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റിന് പോകാം. ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായൊരു വിടുതലാണ് ലഭിക്കുന്നത്. ഇവർ വിചാരിച്ചത് ട്രീറ്റ്മെൻറ്റ് നടക്കും, പറഞ്ഞ പോലെയൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞ പോലെയൊക്കെ ചെയ്യും, അങ്ങനെയെങ്കിലും സുഖപ്പെടാമെന്നാണ് വിചാരിച്ചത്. എന്നാൽ ചിന്തിച്ചതിനേക്കാൾ അപ്പുറമാണ് ദൈവം ചെയ്തു കൊടുത്തത്. അതുപോലെ വർഷങ്ങളായിട്ടൊക്കെ ഉണ്ടായിരുന്നു, 20 വർഷത്തോളമൊക്കെ ഉണ്ടായിരുന്ന
തലവേദന, 15 വർഷത്തോളം ഉണ്ടായ കണ്ണിൻ്റെ ചൊറിച്ചിൽ, കാലിൻ്റെ വേദന, ഇതെല്ലാം ദൈവം ഒരുമിച്ച് ചെയ്തു കൊടുക്കുകയാണ്. ഉടമ്പടിയിലൂടെ ദൈവം, മരിയൻ ഉടമ്പടിയിലൂടെ ദൈവം വാരിക്കോരി നമ്മളെ സഹായിക്കുകയാണ്. അനുഗ്രഹം വർഷിക്കുന്നു, കൃപകൾ നൽകുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.